Hi everyone, welcome to Krish Talks. Calicut University first semester BBA സ്റ്റുഡൻസിന്റെ എക്കണോമിക്സിന്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യത്തെ 60 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ വന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ കൂടി പറയുന്നുണ്ട്. കാരണം ഞാൻ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ BCom ആയിരുന്നു പഠിച്ചിരുന്നത്, BCom ഫിനാൻസ് ആയിരുന്നു. ഇപ്പോൾ BCom സബ്ജക്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് BBAയുടെ സെപ്പറേറ്റ് എനിക്ക് ഇടാനായിട്ട് പറ്റാഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എക്കണോമിക്സും അതേപോലെ ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഗ്രാഫുകൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്ന് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യും, MCQ നമുക്ക് വേഗം ഒന്ന് പഠിച്ചു വെക്കാം. കാരണം നമുക്ക് ഇതിൽ നിന്ന് 20 മാർക്ക് മസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. MCQന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് തന്നെ ക്വസ്റ്റ്യൻസേ വരുള്ളൂ എന്നറിയാം അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ വന്നു എന്നുള്ളതും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം കേട്ടോ. ഞാൻ വേറെ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. കുറച്ച് കുട്ടികൾ പറഞ്ഞു മിസ് എല്ലാ ഓപ്ഷൻസും വായിക്കണ്ട, ചോദ്യം വായിച്ച് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസർ ചെയ്താന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയുന്നുള്ളൂ. തെറ്റായിട്ടുള്ള ഓപ്ഷൻ മീൻസ് ബാക്കിയുള്ള ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനോട് കൂടിയിട്ടാണ് നമ്മളിത് പറയുന്നത് ഓരോ ചോദ്യങ്ങളും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. 60 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 1 by 1 ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡാഷ് എന്നാണ് പറയുന്നത്. എന്താണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്? യൂട്ടിലിറ്റി മീൻസ് ദ പവർ ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ എ വാണ്ട് ഓഫ് എ കൺസ്യൂമർ എന്നാണ് നമ്മൾ പറയാം. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു, ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ ആ പ്രൊഡക്റ്റ് എനിക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്, അതിനുള്ള പവർ ആ പ്രൊഡക്റ്റിന് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, യൂട്ടിലിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് കൺസ്യൂംഡ് ആൻഡ് എ കൺസ്യൂമർ യൂട്ടിലിറ്റി. നമ്മൾ എത്രത്തോളം നമ്മൾ കൺസ്യൂം ചെയ്തു, ഒരു കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ആക്ച്വലി യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം, ഡാഷ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് എക്കണോമിക്സ്. നമ്മുടെ എക്കണോമിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണ് നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ്. ഇനി മൂന്നാമത്തത്, ദ ഫേമസ് ബുക്ക് ഓൺ എക്കണോമിക്സ് ആൻഡ് എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ വാസ് റിട്ടൺ ബൈ. ആരാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്? അപ്പൊ ഇതില് വെൽത്ത് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കണ്ടോ? നമുക്ക് എക്കണോമിക്സിന് ഒരുപാട് ബുക്സ് അതിൻ്റെ ഡെഫിനീഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ വെൽത്ത് ഡെഫിനീഷൻ പറയുന്നത് ആൽഫ്രഡ് മാർഷാൾ ആണ്. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിൽ കുറച്ചധികം ഡെഫിനീഷൻസ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ എക്സാമിന് ചോദിക്കാം ഡിഫൈൻ എക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ ഡെഫിനീഷൻ തന്നെ വേണം നിങ്ങൾ എഴുതാൻ. അക്കോർഡിംഗ് ടു ആൽഫ്രഡ് മാർഷാൾ, അക്കോർഡിംഗ് ടു പോൾ സാമുവൽസൺ, അങ്ങനെ പറഞ്ഞ് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ആ വ്യക്തി പറഞ്ഞിട്ടുള്ള ഡെഫിനീഷൻ വേണം ഡിഫൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റോബിൻസ് പറഞ്ഞിട്ടുള്ളത്, ആൽഫ്രഡ് മാർഷാൾ പറഞ്ഞിട്ടുള്ളത് വെൽഫെയർ ഡെഫിനിഷൻ ആണ്. പിന്നെ റോബിൻസ് പറഞ്ഞിട്ടുള്ളത് സ്കാർസിറ്റി ഡെഫിനിഷൻ ആണ്. പിന്നെ ഗ്രോത്ത് ഡെഫിനിഷൻ നമ്മുടെ പോൾ സാമുവൽസൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആഡം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത് വെൽത്ത് ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇവിടെ ഏതാ ബുക്കിന്റെ പേര്? ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ് അല്ലെ. അപ്പൊ ഈ വെൽത്തിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ആഡം സ്മിത്തിന്റെ ബുക്കിലാണ്. ക്ലിയർ ആയല്ലോ? ഇനി ആഡം സ്മിത്തിന്റെ ആണ് വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് വെൽഫെയർ ഡെഫിനിഷന്റെ കാര്യം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വെൽഫെയർ ഡെഫിനിഷൻ ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആൽഫ്രഡ് മാർഷാൾ. അപ്പൊ വെൽത്ത് ഡെഫിനിഷൻ ആരാണ്? നമ്മുടെ ആഡം സ്മിത്ത് ആണ്. വെൽഫെയർ ഡെഫിനിഷൻ ആൽഫ്രഡ് മാർഷാൾ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് തെറ്റാതെ പഠിക്കാം. അഞ്ചാമത്തെ ചോദ്യം, ഇഫ് ദ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ദാറ്റ് വൺ ദ ഗുഡ് ഈസ് ഡാഷ്. അതെ, എന്താണ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്? അതായത് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാല് നമ്മള് ഇൻകത്തിൽ വ്യത്യാസം വരുന്നതിന്റെ ഒപ്പം നമ്മൾ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതിലും വ്യത്യാസം വരുന്നു എന്നുള്ളതാ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ഇൻകം എന്ന് പറയുന്നത്, ആദ്യം എന്റെ ഇൻകം എന്ന് പറയുന്നത് 100 രൂപയായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്താ പറയാ പർച്ചേസ് ചെയ്തിരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 50 ക്വാണ്ടിറ്റി എന്ന് വിചാരിക്കാം കേട്ടോ. 50 ക്വാണ്ടിറ്റിയാണ് ഞാൻ പർച്ചേസ് ചെയ്തിരുന്നത്. പെട്ടെന്ന് എന്റെ ഇൻകം കൂടി,
എൻ്റെ ഇൻകം കൂടിയിട്ട് അത് എത്ര രൂപയായി, 2000 രൂപയായി എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഇനി 50 അല്ലല്ലോ ക്വാണ്ടിറ്റി ഞാൻ പർച്ചേസ് ചെയ്യുക, എൻ്റെ ഇൻകം കൂടിയില്ലേ, അപ്പം എൻ്റെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പം ഞാനൊരു 100 ക്വാണ്ടിറ്റി ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇൻകത്തിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതിലും വ്യത്യാസം വരുന്നു. ഇതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിൽ നമ്മുടെ ഇൻകം ചേഞ്ച് ആയി, അപ്പം നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നു. ഇതേ സെയിം തന്നെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു തക്കാളിയുടെ വില എന്ന് പറയുന്നത് ആദ്യം 1 കിലോന് 100 രൂപയായിരുന്നു വില. 1 കിലോന് 100 രൂപയായിരുന്നു വില. അപ്പം ഞാൻ പർച്ചേസ് ചെയ്തിരുന്ന തക്കാളി എന്ന് പറയുന്നത് ഒരു 1/2 കിലോ തക്കാളി അല്ലെങ്കിൽ 1 കിലോ തക്കാളി ആയിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം പ്രൈസ് 100 രൂപയല്ലേ, അപ്പം അതുകൊണ്ട് 1 കിലോ ഒക്കെ തന്നെ ഞാൻ വാങ്ങിച്ചിരുന്നുള്ളൂ. പക്ഷേ പ്രൈസ് കുറഞ്ഞിട്ട് അത് 50 രൂപയായി. 1 കിലോന് 50 രൂപയായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 2 കിലോ വാങ്ങും. ഡിമാൻഡ് ചെയ്യുന്നതിൽ വ്യത്യാസം വന്നു, മനസ്സിലായോ? അപ്പൊ പ്രൈസിൽ വ്യത്യാസം വന്നപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നതിൽ വ്യത്യാസം വന്നു. ഇനിയിപ്പോ പ്രൈസ് കൂടി എന്ന് വിചാരിക്കാം, അതായത് 1 കിലോന് ഒരു 500 രൂപയായി എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് തക്കാളി വാങ്ങാണ്ടിരിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 1/4 കിലോ എങ്ങാനും ഞാൻ വാങ്ങിച്ചു, മനസ്സിലായോ? ഞാൻ പറയും 25 രൂപയ്ക്ക് 50 രൂപയ്ക്ക് എങ്ങനെ ഇട്ടാൽ മതി എന്ന് പറയും, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ 250 രൂപ അത്രയും താഴ്ച 250 രൂപയ്ക്ക് പൈസ നോക്കണ്ട, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ എന്താണ്, പ്രൈസിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്താ, നമ്മുടെ ഇൻകത്തിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ നമ്മുടെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇവിടെ 1 ആണെങ്കിൽ അത് ഏതൊരു ഗുഡ് ആണെന്നാ ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ കുറച്ച് ഗുഡ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി, ലക്ഷറി ഗുഡ്സ്, അങ്ങനെയാണ് നമ്മൾ പറയുക. അതായത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഗുഡ് 1 ആണെങ്കിൽ ലക്ഷറി ഗുഡ്സ് ആണ്. ഇപ്പൊ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് <1 ആണെങ്കിൽ നെസസിറ്റി ഗുഡ് ആയേനെ കേട്ടോ. <1 ആണെങ്കിൽ നെസസിറ്റി ഗുഡ് ആയേനെ. >1 or 1 ആണെങ്കിൽ ലക്ഷറി ഗുഡ്സ് ആണ് അവിടെ വരുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. The income elasticity of demand is negative for നെഗറ്റീവ്. ഏതിനാണ് നെഗറ്റീവ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഇൻഫീരിയർ ഗുഡ്സിനാണ്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് നെഗറ്റീവ് ആയിരിക്കുന്നത് ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസിലാണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് എഫക്റ്റ് ഈസ് വർക്കിംഗ് വെൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ് ഫോൾ, നമ്മുടെ ഗുഡ്സിന്റെ പ്രൈസ് കുറഞ്ഞു, ആൻഡ് ദ കൺസ്യൂമർ ടെൻ ടു ബൈ ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് അതർ ഗുഡ്. അപ്പോൾ ഒരു പ്രൈസിന്റെ വില കുറഞ്ഞപ്പോൾ, നമ്മൾ ഇതുവരെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് വേറെയാണ്, പെട്ടെന്ന് ഇതിന്റെ പ്രൈസ് കുറഞ്ഞപ്പോൾ നമ്മൾ ഇത് വാങ്ങാനായിട്ട് തുടങ്ങി. അപ്പൊ ആ ഒരു എഫക്റ്റിനെ പറയുന്നത്, ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് നമുക്ക് ഓപ്ഷൻ ബി, സബ്സ്റ്റിറ്റ്യൂഷൻ ഗുഡ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് ആ ഒരു എഫക്റ്റിന്റെ പേര് വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം, കാരണം നിങ്ങൾക്ക് 2 മാർക്കിന് വാട്ട് യു മീൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഇപ്പൊ ഇതിനൊരു നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ടീയും കോഫിയാണ്. അതായത് ഇപ്പൊ ഞാൻ സാധാരണ എന്നും കുടിക്കാറുള്ളത് ടീ ആണ് ഞാൻ കുടിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ടീക്ക് ഒരു പാക്കറ്റ് ചായയിലേക്ക് ഒരു 20 രൂപയാണെന്ന് വിചാരിക്കാം. 20 രൂപയായിരുന്നു ആദ്യം. അപ്പോ ഇനി എന്താണ്, പെട്ടെന്ന് നമ്മുടെ ടീയുടെ വില കൂടി. അപ്പൊ കോഫി ഉണ്ട് ഇപ്പുറത്തെ ഭാഗത്ത്, കോഫിയുടെ വില 20 രൂപ തന്നെയാണെന്ന് വിചാരിക്കാം. അപ്പൊ പെട്ടെന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ടീയുടെ വില കൂടി. ടീയുടെ വില ഭയങ്കരമായിട്ട് കൂടിയിട്ട് എത്ര രൂപയായി, ടീയുടെ വില കൂടിയിട്ട് ഒരു പാക്കറ്റിന് 50 രൂപയായി. അപ്പോൾ ഇപ്പൊ സ്റ്റിൽ നമ്മുടെ കോഫിയുടെ വില എന്ന് പറയുന്നത് 20 രൂപ തന്നെയാണ്. അപ്പൊ ഞാൻ പറയണത് 50 രൂപ കൊടുത്ത് ചായപ്പൊടി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് ആ 20 രൂപയുടെ കാപ്പി കുടിക്കും, ഒരു നേരം കാപ്പി കുടിച്ചു എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നും വരാൻ പോണില്ല എന്ന് പറയുന്നു. അതായത് ഒരെണ്ണത്തിന്റെ വിലയിൽ ചേഞ്ച് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് വിട്ടിട്ട് ഇത് വാങ്ങാനായിട്ട് തുടങ്ങി. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഒന്നിന് പകരം നമ്മൾ ഒന്നായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും അതിൽ, അല്ലെ? ഒരേ സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് ചായക്കും കാപ്പിക്കും കിട്ടുന്നത്, അങ്ങനെയാണ് പറയാ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഒന്നിന് പകരം, ഒന്നിന്റെ വില കൂടുകയോ കുറയോ ചെയ്തപ്പോൾ നമ്മൾ മറ്റൊന്ന് വാങ്ങുന്നു, അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. നമുക്കത് എന്ത് ചെയ്തേക്കാം, 2 മാർക്കിനൊക്കെ
ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി 8ാമത്തെ ചോദ്യം, എ റുപ്പി ടുമാറോ ഈസ് വർത്ത് ലെസ് ദാൻ എ റുപ്പി ടുഡേ റിലേറ്റ്സ് ടു ഡാഷ്. അതായത് നമ്മുടെ എക്കോണമിയിൽ പറയുന്ന ഒരു കാര്യമാണ്, നാളത്തെ വിലയിനേക്കാളും വാല്യൂ ഇന്നത്തെ വിലയിലാണെന്നാ പറയുന്നത്. അപ്പൊ ഇത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നതാണ്? ഓപ്ഷൻ ബി, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഇനി അടുത്തത്, ബേസിക് എക്കോണമിക് ടൂൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ബേസിക് എക്കണോമിക് ടൂള് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, ഇതിൽ ഏതോ ഒന്നിൽ ഇൻക്ലൂഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ് ആണ് ആൻസർ കേട്ടോ. ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇനി 10ാമത്തെ ചോദ്യം, ഡാഷ് പ്രിൻസിപ്പിൾ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദി മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ ഓഫ് എക്കോണമിക് തിയറി. നമ്മുടെ എക്കോണമിക് തിയറിയുടെ മാർജിനൽ റവന്യൂവിനും മാർജിനൽ കോസ്റ്റിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ ഇതിൽ ഏതാണ്? ഇൻക്രിമെന്റൽ പ്രിൻസിപ്പിളാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ എല്ലാത്തിനെയും കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി 11ാമത്തെ ചോദ്യം, അനാലിസിസ് ഓഫ് ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ എഫക്ട്സ് of decisions on revenue as well as cost is based on dash. അപ്പൊ ഇതിൽ ഏതിനെയാണ് ബേസ് ചെയ്ത് നിൽക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. ഷോർട്ട് റൺ, ലോങ് റൺ എന്നൊക്കെ പറയുന്നത് കാലാവധിനെ കാണിക്കുന്ന ടേംസ് ആണ്. അതായത് ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കമ്പനി തുടങ്ങി കുറച്ചൊരു 6 വർഷം അല്ലെങ്കിൽ 1 വർഷം എന്നൊക്കെ നമ്മൾ പറയാം. അതായത് ചെറിയൊരു കാലയളവിനെയാണ് നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയാം. അതിനേക്കാൾ കൂടുതലുള്ളതിനെയാണ് നമ്മൾ ലോങ് റൺ എന്ന് പറയാം. അപ്പോൾ ഒരു ടൈം പീരീഡിനെ കാണിക്കുന്നതാണ് ഈ ഷോർട്ട് റൺ, ലോങ് റൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരം വരുന്നതാണ് ഈ ഒരു ലോങ് റണ്ണും ഷോർട്ട് റണ്ണും ഒക്കെ? ടൈം പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. ഇനി 12ാമത്തെ ചോദ്യം, two goods that are used jointly to provide satisfaction are called dash. അതായത് രണ്ട് ഗുഡ്സ് ഇവിടെ ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കണം, എന്നാലേ നമുക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അത്തരം ഗുഡ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ സി, കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്റ് ആയിട്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടണം. ഇപ്പൊ അതിനൊരു നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പെന്നുണ്ടല്ലോ, നമ്മളിപ്പോ പേന വാങ്ങില്ലേ, പേന നിങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക് മാത്രം തന്നാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല, അതിനുള്ളിൽ മഷി കൂടി വേണ്ടേ. അപ്പൊ പെൻ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ കൂടെ നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇങ്ക് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പെന്നും ഇങ്കും ആണ് എപ്പോഴും നമ്മൾ കോംപ്ലിമെന്ററിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 13ാമത്തെ ചോദ്യം, ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ബിക്കോസ്. നമ്മുടെ ഡിമാൻഡ് കർവ് എപ്പോഴും ഡൗൺവേർഡ് ആയിരിക്കും. അങ്ങനെ ഡൗൺവേർഡ് ആവാനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡിമാൻഡിന്റെ ഒക്കെ എപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കാറുള്ളത്. ഡിമാൻഡ് കർവ് DD ഇങ്ങനെയാണ് നമ്മൾ അതിനെ വരയ്ക്കാറുള്ളത്. അപ്പൊ ഈ ഡിമാൻഡ് കർവ് കണ്ടോ, നിങ്ങൾ താഴേക്ക് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് കിടക്കാണ്. അപ്പോർഡ് ടു ഡൗൺവേർഡ് സ്ലോപ്പാണ് നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് ഡിമാൻഡ് കർവ് ഇങ്ങനെ സ്ലോപ്പ് ആയിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. കാരണം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഒക്കെ പ്രകാരമാണ്, അതൊക്കെയും കാരണമാണ് നമ്മുടെ ഡിമാൻഡ് കർവ് താഴേക്ക് സ്ലോപ്പ് ആയിട്ട് ഇരിക്കുന്നത്. 14ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇഫ് ദ ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഓഫ് എ പ്രൈസ് increase works in the same direction, the good whose price has changed is a. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, നോർമൽ ഗുഡ്സിന്റെ കേസിലാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ നോർമൽ ഗുഡ്സിന്റെ കേസിൽ 14ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. നോർമൽ ഗുഡ്സിന്റെ കേസിലാണ് ഈ ഒരു ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഒരേ ഡയറക്ഷനിൽ പോകുന്നത്. ഓക്കെ. ഇനി 15ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സർവേ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ സർവേ മെത്തേഡ് അല്ലാത്തതാണ് ചോദിക്കുന്നത്. ബാരോമെട്രിക് മെത്തേഡ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 16ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ മെത്തേഡ് അല്ലാത്തതാണ്. മറ്റേത് സർവേ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആ, ഇത് മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലാത്തതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. 17ാമത്തെ ചോദ്യം, വിച്ച് വൺ ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ഐസോകാണ്ട്. ഐസോകാണ്ടിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഇതിൽ ഏതാന്ന് ചോദിക്കുന്നു. പോസിറ്റീവ് സ്ലോപ്പ് ആണ് പറയുന്നത്. അപ്പൊ അതൊന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഐസോകോണ്ട് സാധാരണ വരയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഇങ്ങനൊരു ഷേപ്പിലാണ് നമ്മൾ ഐസോകോണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇത്
എന്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ദ സെയിം ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻപുട്ടുകളുടെ ഒരു കോമ്പിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് നോക്കി, ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, താഴേക്ക് സ്ലോപ്പ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ആവും. കോൺവെക്സ് ആണ് ഇതിന്റെ ഷേപ്പ്. നെഗറ്റീവ് സ്ലോപ്പാണ്. നെഗറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ടു ഡൗൺവേർഡ് നെഗറ്റീവായിട്ട് സ്ലോപ്പ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് സ്ലോപ്പ് അല്ല ഒരിക്കലും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, വിച്ച് വൺ ഈസ് നോട്ട് എ പ്രോപ്പർട്ടി എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 18ാമത്തെ ചോദ്യം. ഇൻ വിച്ച് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദ ഡിഗ്രി ഓഫ് ഹോമോജീനിറ്റി ഈസ് ഓൾവേസ് വൺ ആയിരിക്കുന്നത് ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ്? ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ, ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. 19ാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഷോർട്ട് റൺ ലോ? ഇതിൽ ഏതാണ് ഷോർട്ട് റൺ ലോ? ഓപ്ഷൻ എ, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ. 20ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വേരിയബിൾ ഇൻപുട്ട് അല്ലാത്തത് ഇതിൽ ഏതാണ്? എക്യുപ്മെന്റ് ആണ് നമ്മൾ പറയാം. ഇനി 21ാമത്തെ ചോദ്യം. വിച്ച് കോസ്റ്റ് ഈസ് മോർ യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അപ്പോൾ ഈ കോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചോളാം കേട്ടോ. ഇനി 22ാമത്തെ. വിച്ച് കോസ്റ്റ് ആർ റെക്കോർഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കോസ്റ്റിന് പറയുന്ന പേരെന്താ? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നാണ് പറയാം. ഇനി അടുത്തത്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് വെൻ. നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഓരോ യൂണിറ്റിനുള്ള ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ആവുന്ന സിറ്റുവേഷൻ ഏതാണ്? വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ആകുന്നത്. 24ാമത്തെ ചോദ്യം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? വേരീസ് വിത്ത് ദ വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നോ അതനുസരിച്ച് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിന് വേരിയബിൾ. ദാറ്റ് മീൻസ് ചേഞ്ചസ് ആർ ഒക്യുറിങ്. ഇനി അടുത്തത്. ഫേംസ് ഇൻ ആൻ ഒലിഗോപോളിയിലെ ഫേം എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി, ക്യാൻ ഈച്ച് ഇൻഫ്ലുവൻസ് ദി മാർക്കറ്റ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതാണ് ഒലിഗോപോളി എന്ന് പറയുന്നത്. ഇനി 26ാമത്തത്. ഡ്യുവോപോളി മാർക്കറ്റ് എങ്ങനെയുള്ളതായിരിക്കും? ഓപ്ഷൻ സി ആണ്, നൺ ഓഫ് ദിസ്. ഇതിൽ പറയുന്നത് ഡ്യുവോപോളി എന്ന് പറയുന്നതിൽ അനദർ നെയിം ഫോർ മോണോപോളി എന്നാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയില്ല. ടു ഫോം ഒലിഗോപോളി അങ്ങനെയും പറയില്ല. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ അതുമല്ല. അപ്പൊ ഇതിലൊന്നുമല്ല ഡ്യുവോപോളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചോളാം. നമ്മൾ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിലേ, ഇപ്പൊ നമ്മൾ ഇതിൽ ഒരു എണ്ണം പറഞ്ഞിരുന്നു ബാക്കിയുള്ള ഓപ്ഷൻസ് പറയണ്ടാന്ന്. പക്ഷെ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഇതിന് ടു ഫേം ഒലിഗോപോളി എന്ന് പറഞ്ഞല്ലോ, ഓപ്ഷൻ ബി. അതായത് ഈ ഡ്യുവോപോളി എന്ന് പറയുന്നത് നമ്മുടെ ഒലിഗോപോളിന്റെ മറ്റൊരു ഫോം തന്നെയാണ്. ഇതിൽ ടു ഫേം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്യാഞ്ഞേ. ഒലിഗോപോളിന്റെ ഒരു സിനാരിയോ എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഒലിഗോപോളിയിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇതെന്നൊക്കെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ രണ്ട് ഫേംസ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവും. ഡ്യുവോ മീൻസ് ടു അല്ലെ, രണ്ട് ഫേംസ് ഡോമിനേറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് ഡ്യുവോപോളി മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫീച്ചർ ഇതിലില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നൺ ഓഫ് ദീസ് കൊടുത്തത് കേട്ടോ. ഇനി അടുത്തത് 27ാമത്തെ ചോദ്യം. പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. 2 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്നത്. പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ്. എവിടത്തെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ. ഓരോ പ്രൊഡക്റ്റിനെയും ഡിഫറെൻ്റ് ആക്കണം. അത് കളറ്, ഷേപ്പ്, സൈസിലൊക്കെ തന്നെ ഡിഫറൻസ് കൊണ്ടുവന്ന് ഓരോ പ്രൊഡക്റ്റിനെയും വ്യത്യസ്തമാക്കണം. അതിനൊരു നല്ലൊരു എക്സാമ്പിൾ സോപ്പാണ്. അതായത് ഇപ്പോൾ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് എഴുതാം. കാരണം സോപ്പ് നമുക്ക് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ പല പേരുകളിലുള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സോപ്പുകളൊക്കെ വ്യത്യസ്തമാക്കുന്നത് എന്താ? എല്ലാം സോപ്പ് തന്നെയാണ്, എല്ലാത്തിനും ഒരേ ഉപയോഗം. പക്ഷെ എല്ലാത്തിനും എന്താ പറയുക, വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അതിൻ്റെ ഒരു ഷേപ്പ് ആയിരിക്കാം, അതിൻ്റെ ആ ഒരു ഫ്രേഗ്രൻസ് ആയിരിക്കാം, അല്ലെ, അതിൻ്റെ കളർ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. 28ാമത്തെ ചോദ്യം. ഡാഷ് റെഫേഴ്സ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ഓർ സർവീസ് ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് ആർ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു സെൽ ഡ്യൂറിങ് എ സർട്ടൻ പീരീഡ് അണ്ടർ എ ഗിവൺ സെറ്റ് ഓഫ് കണ്ടീഷൻ. ഈ ഒരു ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ആകുന്നത് ഇതിൽ ഏതാണ്?
ഓപ്ഷൻ എ സപ്ലൈ. സപ്ലൈ റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ഓർ സർവീസ് ദാറ്റ് പ്രൊഡ്യൂസർ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ സപ്ലൈ ആണ്. സപ്ലൈ ആ ഒരു എത്രത്തോളം ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നു അല്ലെ, അതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. ഇനി 29ാമത്തെ ചോദ്യം, ഡാഷ് ഫോർ എ പ്രൊഡക്റ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ക്വാണ്ടിറ്റി. എത്ര ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നു അതിന് എഫക്ട് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഏത് ഫംഗ്ഷനിലാണ് അത് പറയണേ? നമ്മുടെ ഓപ്ഷൻ സി മാർക്കറ്റ് സപ്ലൈ ഫംഗ്ഷനിലാണ് അത് പറയുന്നത്. ഇനി 30ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ഓർ ആർ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ. സപ്ലൈയുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മുടെ സപ്ലൈന്റെ ഡിറ്റർമിനന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തത് 31ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫോം ഓഫ് എ ടേബിൾ ഉള്ളത് കേട്ടോ. ടേബിളിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ദ കമ്മോഡിറ്റി ദാറ്റ് ദ ഫേം ഓർ എ പ്രൊഡ്യൂസർ ഓഫേഴ്സ് ഫോർ സെയിൽ ഇൻ ദ മാർക്കറ്റ് അറ്റ് ഡിഫറെന്റ് പ്രൈസ്. ഞാൻ പല വിലയ്ക്ക് പല ക്വാണ്ടിറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കമ്മോഡിറ്റീസ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നു അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന ആ ഒരു ടേബിളിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുക? സപ്ലൈ ഷെഡ്യൂൾ ആണ്. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞേ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അവിടെ സപ്ലൈ ആണ്. പ്രൊഡ്യൂസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പ്രൊഡ്യൂസർ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഇതിനെ പറയുന്ന പേര് നമ്മൾ സപ്ലൈ ഷെഡ്യൂൾ എന്നാണ്, അല്ലെങ്കിൽ അത് ഡിമാൻഡ് ഷെഡ്യൂളായി മാറിയാണ് കേട്ടോ. ഞാൻ എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ഒരു കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഡിമാൻഡ് ഷെഡ്യൂൾ ആയാണ്. അത് പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണ് നമ്മൾ സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. 32ാമത്തെ ചോദ്യം, ഡാഷ് എ ഷെഡ്യൂൾ ദാറ്റ് ഡെപ്പിക്സ് ദ സപ്ലൈ ബൈ ആൻ ഇൻഡിവിജ്വൽ ഫേം ഓർ പ്രൊഡ്യൂസർ ഓഫ് എ കമ്മോഡിറ്റി ഇൻ റിലേഷൻ ടു ഇറ്റ്സ് പ്രൈസ്. അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ ആണ്. ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നതാണ് ഒരു ഇൻഡിവിജ്വൽ, ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കിട്ടും ഇല്ലേ, സപ്ലൈ ബൈ ആൻ ഇൻഡിവിജ്വൽ ഫേം ഓർ പ്രൊഡ്യൂസർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു ഇൻഡിവിജ്വൽ ഫേം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആയിരിക്കും അവിടെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ. അത്തരം ഡീറ്റെയിൽസ് കാണിക്കുന്ന ഷെഡ്യൂളാണ് ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ. അവിടെ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്, ഇൻഡിവിജ്വൽ വന്നിട്ടുണ്ട്, അപ്പോൾ ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ. ഇനി 33ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് സപ്ലൈ ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ്. ഇതിൽ ഏത് ഡിഗ്രിയാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്നാണ്. ഓപ്ഷൻ ബി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിലാണ് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് സപ്ലൈ കാണിക്കുന്നത്, സപ്ലൈയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാണിക്കുന്നത്. ഇനി അടുത്തത് 34ാമത്തെ ചോദ്യം, ബിസിനസ് എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ബിസിനസ് എക്കണോമിക്സിനെ എന്തും കൂടി വിളിക്കുന്നുണ്ട്? നമുക്ക് എല്ലാം വിളിക്കാം. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് വിളിക്കാം, എക്കണോമിക്സ് ഫോർ എക്സിക്യൂട്ടീവ്സ് എന്ന് വിളിക്കാം, എക്കണോമിക് അനാലിസിസ് ഫോർ ബിസിനസ് ഡിസിഷൻ എന്ന് വിളിക്കാം. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ആണ് അതിന്റെ ആൻസർ. 35ാമത്തെ ചോദ്യം, ആൻ ഇൻപുട്ട് ഷുഡ് ബി സോ അലോക്കേറ്റഡ് ദാറ്റ് ദി വാല്യൂ ആഡഡ് ബൈ ദി ലാസ്റ്റ് യൂണിറ്റ് ഇൻ ദ സെയിം ഇൻ ഓൾ കേസസ്. അപ്പൊ ഇതിൽ ഏത് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്? ഓപ്ഷൻ ബി ഇക്യു മാർജിനൽ പ്രിൻസിപ്പിളിലാണ് നമ്മൾ ഈ കാര്യം പറയുന്നത് കേട്ടോ. ഇൻപുട്ട് ഷുഡ് ബി സോ അലോക്കേറ്റഡ്, ഇൻപുട്ട് നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ദി വാല്യൂ ആഡഡ് ബൈ ദി ലാസ്റ്റ് യൂണിറ്റ് ഈസ് ദ സെയിം ഇൻ ഓൾ കേസ്. നമ്മൾ ഓരോ ഇതിലും ആഡ് ചെയ്യുന്ന വാല്യൂ സെയിം ആയിരിക്കും, എല്ലാ കേസിലും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു, അഡീഷണൽ ആയിട്ട് വരുന്നതിനെ മാർജിനൽ എന്നാണ് പറയുക. അത് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ മനസ്സിലായോ? അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. 36ാമത്തെ ചോദ്യം, ദ പ്രിൻസിപ്പൽ റീസൺ ബിഹൈൻഡ് എക്കോണമിക് പ്രോബ്ലംസ്. നമ്മൾ ഈ കാണുന്ന എക്കോണമിക് പ്രോബ്ലത്തിന്റെ ഒരു പ്രിൻസിപ്പൽ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. അൺലിമിറ്റഡ് വാണ്ട്സ് അല്ലെ, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ അതിരില്ല, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റിസോഴ്സസ് ഉണ്ടോ? അതും ഇല്ല, ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ഓൾട്ടർനേറ്റീവ് യൂസും ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാതും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. മാർജിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇതിൽ ഏതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? 37ാമത്തെ ചോദ്യം ഓപ്ഷൻ സി യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് എം ഐ. ഇതാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ എക്സ്പ്രസ് ചെയ്യുന്നത്, ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക, തെറ്റരുത് കേട്ടോ. സ്മോൾ ലെറ്റർ എഫ് ആണ്, അതും ശ്രദ്ധിച്ചോളൂ. ഇനി അടുത്തത് 38ാമത്തെ ചോദ്യം, ദ വാല്യൂ ഓഫ് ആൻ ഓൺട്രപ്രണേഴ്സ് റിസോഴ്സസ് ദാറ്റ് ഷീ യൂസസ് ഇൻ പ്രൊഡക്ഷൻ ആർ നോൺ ആസ്. അതായത് നമ്മുടെ ഓൺട്രപ്രണേഴ്സിന്റെ റിസോഴ്സസ്, നമ്മൾ പ്രൊഡക്ഷന്റെ സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സിന്റെ റിസോഴ്സസിന്റെ വാല്യൂ ഇതിൽ ഏതിലാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്.
ഓപ്ഷൻ ഡി ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയാം. ഇനി 39ാമത്തെ ചോദ്യം, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഏത് ഡെഫിനേഷനാണ് ഇൻഫ്ലേഷന് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ? അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ഓപ്ഷൻ സി ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഓവറോൾ പ്രൈസ് ലെവൽ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടുന്ന ഒരു അവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടുന്നു, ആൾക്കാരുടെ കയ്യിൽ ആ ഒരു സർക്കുലേഷൻ ഓഫ് മണിയും കൂടുതലാണ്. ഇവിടെ കുറഞ്ഞു നിൽക്കുന്നത് വാല്യൂ ഓഫ് മണിയാണ് കുറഞ്ഞു നിൽക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളൂ. എക്കണോമിക്സിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പം സിറ്റുവേഷൻ ഓഫ് ഇവിടെ എല്ലാത്തിൻ്റെയും പ്രൈസ് ലെവൽ ഇൻക്രീസ് ആണ്, പ്രൈസ് കൂടുതലായിരിക്കും, സർക്കുലേഷൻ ഓഫ് മണി കൂടുതലായിരിക്കും, വാല്യൂ കുറവായിരിക്കും, മണി വാല്യൂ കുറവാണ്. ഇനി ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, എല്ലാത്തിൻ്റെയും പ്രൈസ് കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ആരുടെ കയ്യിലും പൈസ ഇല്ല, സർക്കുലേഷൻ ഓഫ് മണിയും കുറവാണ് പക്ഷെ വാല്യൂ കൂടുതലാണ്. ഈ ഒരു അവസ്ഥയാണ് ഡിഫ്ലേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ് ഇപ്പോൾ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് 40ാമത്തെ ചോദ്യം, എ റിസഷൻ. എന്താണ് റിസഷൻ എന്ന് പറയുന്നത്? റിസഷൻ ഈസ് ഓപ്ഷൻ സി എ പീരിയഡ് ഡ്യൂറിങ് വിച്ച് അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഡിക്ലൈൻ. നമ്മുടെ മൊത്തം അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നുള്ളതാണ് അല്ലെ, ആ ടോട്ടൽ ഔട്ട്പുട്ട് ഡിക്ലൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് റിസഷൻ എന്ന് പറയുന്നത്. 41ാമത്തെ ചോദ്യം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീൻസ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ദി ഹയസ്റ്റ് വാല്യൂഡ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. 42ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എക്കോണമിക് തിയറി യൂസ്ഡ് ഇൻ ബിസിനസ് വെയറാസ് ഡാഷ് ഈസ് എക്കോണമിക് തിയറി യൂസ്ഡ് ഇൻ ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ. ഇതിൽ ഏതാണ് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്, ഇതിൽ ഏതാണ് നമ്മൾ ബിസിനസ് ആൻഡ് നോൺ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്? അപ്പോൾ 2 ഡാഷ് കൊടുത്തിട്ടുണ്ട്, രണ്ടിലും കറക്റ്റ് ആപ്റ്റ് ആവുന്ന 2 ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ബിസിനസ് എക്കണോമിക് ഈസ് ദ എക്കണോമിക് തിയറി യൂസ്ഡ് ഇൻ ബിസിനസ് ആൻഡ് മാനേജറിയൽ എക്കണോമിക് തിയറി ഈസ് യൂസ്ഡ് ഇൻ ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. രണ്ടും നമ്മൾ പറയണം. ഇനി അടുത്ത 43ാമത്തെ ചോദ്യം, മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ഓൾസോ കോൾഡ്. മാനേജീരിയൽ എക്കണോമിക്സിനെ നമുക്ക് എന്തും കൂടി വിളിക്കാം, മൈക്രോ എക്കണോമിക്സ് എന്ന് വിളിക്കാം, തിയറി ഓഫ് ദി ഫേം എന്ന് വിളിക്കാം, എക്കണോമിക്സ് ഓഫ് ദി ഫേം എന്ന് വിളിക്കാം, അപ്പം എല്ലാം വിളിക്കാം. അപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആണ് അതിൻ്റെ ആൻസർ. ഇനി 44ാമത്തെ ചോദ്യം, വാൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? യൂട്ടിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, വോൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നതാണ് യൂട്ടിലിറ്റി. 45ാമത്തെ ചോദ്യം, ഇൻ എക്കണോമിക്സ് ഡിസയർ ബാക്ക്ഡ് ബൈ പർച്ചേസിംഗ് പവർ ഈസ് നോൺ ആസ്. ഇത് എന്തിന്റെ ഡെഫിനേഷനാണ്? നമ്മുടെ ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ ദ പർച്ചേസിംഗ് പവർ. ഇനി 46ാമത്തെ ചോദ്യം, ദ ഡിമാൻഡ് ഹാസ് 3 എസെൻഷ്യൽ, ഡിസയർ, പർച്ചേസിംഗ് പവർ ആൻഡ് ഡാഷ്. ഇതിൽ ഏതാണ് നമ്മുടെ ഡിമാൻഡിൽ 3 എസെൻഷ്യൽസ് എലമെന്റ്സ് വരുന്നുണ്ട്, അതിൽ ഒരെണ്ണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വില്ലിങ്നെസ് ടു പർച്ചേസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചുമ വരും, സൗണ്ടൊക്കെ പോയി. ഓക്കെ, ഇനി നമ്മുടെ 47ാമത്തെ ചോദ്യം, ഡാഷ് മീൻസ് ആൻ അറ്റംപ്റ്റ് ടു ഡിറ്റർമൈൻ ദി ഫാക്ടേഴ്സ് എഫക്ടിംഗ് ദി ഡിമാൻഡ് ഓഫ് ദി കമ്മോഡിറ്റി ഓർ സർവീസ് ആൻഡ് ടു മെഷർ സച്ച് ഫാക്ടേഴ്സ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ്. അപ്പം ഇതിൽ ഏതാണ് നമ്മുടെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതും അതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതിൽ ഏതാണ്? അപ്പം ആൻസർ വരുന്നത് സി, ഡിമാൻഡ് അനാലിസിസ് അല്ലെ. കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളെയും ഡിറ്റർമൈൻ ചെയ്യുന്നതും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മെഷർ ചെയ്യുന്നതും ഒക്കെ നമ്മൾ പറയുന്ന ടേം ഡിമാൻഡ് അനാലിസിസ്. കംപ്ലീറ്റ് അനാലിസിസ് ആണ് അവിടെ നടക്കുന്നത്. 48ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് നോൺ ആസ് ദി ഫസ്റ്റ് ലോ ഇൻ മാർക്കറ്റ്. ഇതിൽ ഏതാണ് ഫസ്റ്റ് ലോ ഇൻ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി, ലോ ഓഫ് ഡിമാൻഡ് ആണ് ഫസ്റ്റ് ലോ ഇൻ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡിസയർ പ്ലസ് ഡാഷ് പ്ലസ് വില്ലിങ്നെസ് ടു പേ. ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിസയർ ഉണ്ടായിരിക്കണം അവിടെ, അതോടൊപ്പം തന്നെ പർച്ചേസിംഗ് പവർ ഉണ്ടായിരിക്കണം, വില്ലിങ്നെസ് ടു പേ ഉണ്ടായിരിക്കണം. പർച്ചേസിംഗ് പവർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 50ാമത്തെ ചോദ്യം, ലോ ഓഫ് ഡിമാൻഡ് ഷോസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡിൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്? ക്വാണ്ടിറ്റി ഇവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരാളും കൂടി ഉണ്ട് അല്ലെ, പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മൾ ഡിമാൻഡിന്റെ കേസിൽ ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ പറയുന്നത് പ്രൈസും നമ്മുടെ
ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതും. ഇപ്പം നമുക്ക് എന്താ പറയുക, ഡിമാൻഡ് ഡീന്ന് കൊടുക്കാം. ഇപ്പം പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള എങ്ങനത്തെ റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിൽ? ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. അതായത് പ്രൈസ്, ഒരു വസ്തുവിന് പ്രൈസ് കൂടുകയാണെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറയും. ഇനിയിപ്പോൾ പ്രൈസ് കുറയുകയാണെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് കൂടും. സോ ഓപ്പോസിറ്റ് ആണ് ഇവർ, അല്ലെ? ഒരാൾ കൂടുമ്പോൾ ഒരാൾ കുറയുന്നു. അപ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് അഥവാ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെയായിരിക്കും. പ്രൈസും ഡിമാൻഡ് ക്വാണ്ടിറ്റിയും തമ്മിൽ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതും തമ്മിൽ കേട്ടോ. പിയും ഡിയും ഇവിടെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സപ്ലൈയുടെ കേസിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഒരു വസ്തുവിന് പ്രൈസ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കുറയുമ്പം ഡിമാൻഡ് കുറയുന്നു. ഈ ഒരു അവസ്ഥ, ഈ ഒരു എന്താ പറയുക, ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ എന്തിൽ പറയുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കേട്ടോ, അങ്ങനെ പറഞ്ഞോളൂ, ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സപ്ലൈൻ്റെ ലോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്, മറ്റവർ തമ്മിൽ നെഗറ്റീവ് ഓർ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടെ ഇവർ ചോദിച്ചിരിക്കുന്നത് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡും. ഇനി അടുത്തത് 51ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ബേസിക് അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് ഇൻക്ലൂഡ്. ബേസിക് അസംഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, ദ കമ്മോഡിറ്റി ഷുഡ് നോട്ട് കൺഫർ എനി ഡിസ്റ്റിങ്ഷൻ. 52ാമത്തെ ചോദ്യം, ജനറലി ദ ഡിമാൻഡ് കർവ് ഹാവ്. ഡിമാൻഡ് കർവ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ, നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നെഗറ്റീവ്, താഴേക്കാണ് സ്ലോപ്പ് വരുന്നത്, അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി 53ാമത്തെ ചോദ്യം, the change in demand due to the change in price only where other factors are remain constant, it is called dash. അതായത് ഇവിടെ ഡിമാൻഡിൽ വ്യത്യാസം വരികയാണ്, പ്രൈസിൽ വ്യത്യാസം വന്നതുകൊണ്ട് മാത്രം ഡിമാൻഡിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇതിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? 53ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ബോത്ത് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. എക്സ്റ്റൻഷനും കോൺട്രാക്ഷൻ്റെയും എഫക്റ്റ് കൊണ്ടാണ് അങ്ങനെ അതിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് 54ാമത്തെ ചോദ്യം, when the quantity demanded of a commodity rises due to fall in price. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടുകയാണ്, പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടി, സ്വാഭാവികം അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ്, ഈ ഒരു അവസ്ഥേനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? എക്സ്റ്റൻഷൻ. ഇതിനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് പറയുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എക്സ്റ്റൻഷൻ്റെയും കോൺട്രാക്ഷൻ്റെയും ഫലമായിട്ടാണ് ഇവിടെ ഡിമാൻഡിൽ ചേഞ്ച് വന്നത്. പ്രൈസിൽ വ്യത്യാസം വന്നതുകൊണ്ട് മാത്രം ഡിമാൻഡിൽ ചേഞ്ച് വരാൻ കാരണം എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും ആണ്. അതിൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദ കമ്മോഡിറ്റി റൈസ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ. ഓക്കെ, പ്രൈസ് ഇനി കൂടുമ്പോൾ ഡിമാൻഡിൽ വരുന്ന വ്യത്യാസമാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. 55ാമത്തെ ചോദ്യം, when the quantity demanded falls due to rise in price, അല്ലെ? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. ആ ഒരു അവസ്ഥ തന്നെ പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി, കോൺട്രാക്ഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇനി ദ ഗിഫൺ ഗുഡ്സ് ആർ ഡാഷ് ഗുഡ്സ്. ഗിഫൺ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് എന്തെന്നാ പറയാറ്? ഇൻഫീരിയർ ഗുഡ്സ് എന്നാണ് നമ്മൾ പറയാം. ഇനി 57ാമത്തെ ചോദ്യം, ഹയർ ദി പ്രൈസ് ഓഫ് സർട്ടൻ ലക്ഷൂറിയസ് ആർട്ടിക്കിൾസ് ഹയർ വിൽ ബി ഡിമാൻഡ്. ദിസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ഇവിടെ പ്രൈസ് കൂടുതലാണ്. ചില ലക്ഷൂറിയസ് ഗുഡ്സിന്റെ കേസിൽ പ്രൈസ് കൂടുതലാണെങ്കിലും ഡിമാൻഡും ഇവിടെ കൂടി തന്നെ നിൽക്കും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐഫോണിന്റെ കേസൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ സാംസങ്ങിന്റെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള അത്തരം കുറച്ച് എന്താ പറയുക പ്രൊഡക്ട്സിന്റെ കേസിൽ പ്രൈസ് കൂടുതലാണെങ്കിലും ആൾക്കാർ അത് വാങ്ങാനുണ്ട്, ഡിമാൻഡ് കൂടുതൽ തന്നെയാണ്. സാംസങ് S24 അൾട്ര ഇറങ്ങി എന്ന് പറയുന്നു, അല്ലെങ്കിൽ അൾട്രയുടെ പ്രൈസ്, അല്ലെങ്കിൽ ഐഫോണിന്റെ പ്രൈസ്, ഇതൊക്കെ തന്നെ പ്രൈസ് കൂടുതലാണെങ്കിലും എന്താണ്, ഡിമാൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്, വാങ്ങാൻ ആൾക്കാരുണ്ട്. അപ്പം അത്തരം സിറ്റുവേഷന് നമ്മൾ എന്തെന്നാ പറയുക? വെബ്ലൻ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 58ാമത്തത്, ഡിമാൻഡ് ഫോർ മിൽക്ക് ഷുഗർ ടീ ഫോർ മേക്കിംഗ് ടീ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ആൻസർ ജോയിന്റ് ഡിമാൻഡ്. ഇനി അടുത്തത്, കാരണം ഇതിൻ്റെ ഒക്കെ ഒന്നിൻ്റെ ഡിമാൻഡ് എല്ലാത്തിനും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുമിച്ചാണല്ലോ ഇവർ, നമ്മൾ ചായ വെക്കുമ്പോൾ ഇവരെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി 59ാമത്തെ ചോദ്യം, ഡിമാൻഡ് ഫോർ മിൽക്ക് ഷുഗർ ടീ ഫോർ മേക്കിംഗ് ടീ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്, നമ്മൾ പറഞ്ഞു ജോയിന്റ് ഡിമാൻഡ്. ഇനി അടുത്തത് 60ാമത്തെ ചോദ്യം, പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ഈസ് നോൺ ആസ്. പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റിനെ നമുക്ക് എന്തും കൂടി വിളിക്കാം? ഇൻഫിനിറ്റ് ഇലാസ്റ്റിക് എന്നും കൂടി വിളിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ വീഡിയോ. നിങ്ങൾ കാണാട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം 60 ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് വന്നേക്കണേ. സോ ഓൾ ദി വെരി ബെസ്റ്റ്, ബൈ.